നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിക്രമം കാണിച്ചതായി യുവതി അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകി. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾക്കായി പരാതി വിയൂർ പോലീസിന് കൈമാറും. കേരളീയ സമൂഹത്തിന്റെ ഉന്നതിയിൽ സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാഭ്യാസ പുരോഗതിക്കായി സമുദായ സംഘടനകൾ നൽകിയ സംഭാവനകൾ മഹത്തരം. പാലക്കാട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നേതൃത്വത്തിൽ ഗുരുദേവ മന്ദിരം 2ാം വാർഷികാഘോഷം. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ. വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോഴും നന്നേ കുറവ്. പാലക്കാട്ട് വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സമ്മേളനം. സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞത്തോടെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യവുമായി എല്ലാ സ്കൂളുകളിലും ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. സ്കൂൾ ശുചീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാനുള്ള കാത്തിരിപ്പ് ഇനി 8 നാൾ കൂടി. ജൂൺ 4-ന് വോട്ടെണ്ണും. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിപുലമായ ക്രമീകരണങ്ങൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം വോട്ടെണ്ണൽ പുതിയ ബ്ലോക്കിലും ആലത്തൂരിന്റെ വോട്ടെണ്ണൽ പഴയ ബ്ലോക്കിലും നടക്കും. വാർത്തകൾ വിശദമായി. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്കു നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി. ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ യുവതിയോട് അതിക്രമം കാണിച്ചെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-നും 22-നുമാണ് ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി. ഇത് സംബന്ധിച്ച രേഖാമൂലം അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രധാന ആവശ്യം. ജോലിമാറ്റം വേണമെന്നും യുവതി പരാതിയിൽ ആവശ്യപ്പെടുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിന്മേൽ ഇന്റേണൽ എൻക്വയറി നടന്നുവരികയാണ്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്ന പക്ഷം ഇത് തുടർ നടപടികൾക്കായി വിയൂർ പോലീസിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളീയ സമൂഹത്തിന്റെ ഉന്നതിയിൽ സാമുദായിക സംഘടനകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാഭ്യാസ മേഖലയിൽ സമുദായ സംഘടനകൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പാലക്കാട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ മന്ദിരം 2ാം വാർഷികാഘോഷവും ഗുരുദേവ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠാ ദിനാചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിൽ സമുദായ സംഘടനകൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത് വ്യക്തികൾ നാടിന് നൽകിയ സന്ദേശങ്ങളാണ് ഇന്നും നമുക്ക് കരുത്താകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമുദായ സംഘടനകൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുൻ പട്ടാമ്പി MLA CP മുഹമ്മദ് ഗുരുസന്ദേശ പ്രഭാഷണം നടത്തി. തൃശൂർ കൊട്ടനല്ലൂർ ആശ്രമം അംബികാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശിവഗിരി മഠം രജിസ്ട്രാർ PM മധു, TV രാജേന്ദ്രൻ, VK ബിജു, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വിജയമോഹൻ, C ബാലൻ, CG മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കളവർക്കോട് പാടിയേടത്ത് വീട്ടിൽ മണികണ്ഠൻ നായർ മകൻ 40 വയസ്സുകാരൻ ഗോപാലൻകുട്ടിയെയാണ് സ്വന്തം വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ കിണറ്റിലെ പമ്പ് സെറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ചെന്ന അച്ഛൻ മണിയൻ നായരാണ് ഗോപാലൻകുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടത്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് മൃതദേഹം കിണറിൽ നിന്നും പുറത്തെടുത്തത്. ചെന്നൈയിൽ ഹോട്ടൽ നടത്തി വന്നിരുന്ന കുടുംബം 10 വർഷത്തോളമായി നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് മാതാവും സഹോദരനും നേരത്തെ മരിച്ചിരുന്നു. അവിവാഹിതനായ ഗോപാലൻകുട്ടിയും അച്ഛനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ വലിയ ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ. പാലക്കാട്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം 3ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നുസ്രത്ത് ജഹാൻ.
വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യം. നാരീശക്തിയെ ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ ഉന്നമനമാണ്. ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് നുസ്രത്ത് ജഹാൻ പറഞ്ഞു. സംസ്കാരത്തിനെ ഇല്ലാതാക്കിയെന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നേയുള്ളൂ. അത് ആ വിചാരം നമ്മൾ ഓരോ ഭാരതീയന്റെ മനസ്സിലും വന്നു. ഈ 10 വർഷം കൊണ്ട് മോദിജി വന്ന് 10 വർഷം കൊണ്ട് ഓരോരുത്തർക്കും തോട്ട് വന്നു. ഭാരതം ഇങ്ങനെയൊക്കെയായിരുന്നു, ഭാരതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വന്നു. രാംലല്ല വന്നതോടുകൂടി അവിടെ അയോധ്യ അതൊരു ഭയങ്കര ശക്തിയായി മനുഷ്യന്റെ മനസ്സിലൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും. 500 വർഷമായിട്ട് തകർന്നിരുന്ന ഒരു സങ്കല്പം, നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു സംഭവം അവിടെ നടന്നതോടുകൂടി അതിന് ഉറപ്പായി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി തിരുവനന്തപുരം, സംസ്ഥാന സമിതി അംഗം എം കുമാരൻ, ട്രഷറർ ഗുരുവായൂരപ്പൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഇടം പിടിച്ച കാർത്തികിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ നിർവഹിച്ചു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ നിർവഹിച്ചു. AV സുരേഷ്, TV ഗിരീഷ് തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 8 നാൾ. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ രാവിലെ 8-ന് ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30-യോടെ പുറത്തുവരും. പോസ്റ്റൽ ബാലറ്റ്, EVM, VVPAT സ്ലിപ്പ് എന്നിങ്ങനെയാണ് എണ്ണുന്നതിനുള്ള ക്രമം. വോട്ടെണ്ണൽ പൂർണ്ണമായും വീഡിയോ ക്യാമറയിൽ പകർത്തും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലെ പുതിയ ബ്ലോക്കിലും ആലത്തൂരിലെ വോട്ടെണ്ണൽ പഴയ ബ്ലോക്കിലുമാണ് നടക്കുക. പൈങ്കുളം മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേലക്കര ജീവോദയ ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പൈങ്കുളം പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് അംഗം ശ്രീജ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ്രോ അലക്സാണ്ടർ അധ്യക്ഷനായി. ഡോക്ടർ E റോഷിന മുഖ്യാതിഥിയായി. ഡോക്ടർ ജോസ്ന ജോർജ് മഴക്കാല രോഗങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു. വിനോദ് കുമാർ, ബാബുരാജ്, S ഉണ്ണികൃഷ്ണൻ, KC പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും എല്ലാം രോഗങ്ങൾ, കൊതുകിന്റെ ശല്യത്തിലൂടെ എല്ലാം രോഗങ്ങൾ പടരാനായിട്ടുള്ള ഒരു അവസ്ഥ വരാൻ പോവുകയാണ്. ലൈക്ക് ഒരു ജൂൺ മാസം തൊട്ട് സെപ്റ്റംബർ മാസം വരെ നമുക്ക് രോഗങ്ങളുടെ ഒരു സീസൺ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മോചനം നേടാന്ന് പറയുന്നത്, പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു ഡ്യൂട്ടിയാണ്. കുടിവെള്ള പദ്ധതി സെക്രട്ടറി MC രാമചന്ദ്രൻ സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. വൈകുന്നേരം വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും വിവിധ കലാപരിപാടികളും നടന്നു. കുടിവെള്ള കമ്മിറ്റിയിലെ അംഗങ്ങളായ പൈങ്കുളം തൂവരക്കാട് കോളനിയിലെ 124ഓളം കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ 7 വർഷമായി വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വികസന വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന സദസ്സ് ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹം എന്നത് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലൈബ്രറി കൗൺസിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മളെന്തായാലും കുറച്ച് വൈകിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമുക്ക് പിരിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചടങ്ങിൽ RG പിള്ള അധ്യക്ഷത വഹിച്ചു. മനോജ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് S കൃഷ്ണദാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിനേശ് K വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. KMCC കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയും മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ യുവാക്കളും വിദ്യാസമ്പന്നരുമുള്ള രാജ്യമാണ് നമ്മുടേതെന്നും പക്ഷേ യുവാക്കളുടെ കരുത്തും ശേഷിയും വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആഗ്രഹിക്കുന്നത് പുതിയ തലമുറ നമ്മളെക്കാൾ കരുത്തരാകണം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല, വിവേകത്തിന്റെ കാര്യത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ ഈ സമയത്താണ് നമ്മൾ പഠിക്കേണ്ടത്. യുവാക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ അഭിമാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിഭജനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. അതിൽ ബഹുഭൂരിപക്ഷം അഭ്യസ്ത വിദ്യരാണ്. നമ്മൾ ഈ നാടിനെയല്ല, രാജ്യത്തെയല്ല, ലോകത്തെ തന്നെ നയിക്കുന്നവരാണ് എന്നുള്ള ചുമതലാബോധം നിങ്ങളിൽ എല്ലാവരും ഉണ്ടാകും. പരിപാടിയിൽ പറളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് VA ഇല്യാസ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സലാം തൊറയിൽ, നിയോജക മണ്ഡലം UDF ചെയർമാൻ PS ശശി, റിട്ടയർഡ് പ്രൊഫസർ അബ്ദുൾ മജീദ്, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM അബ്ദുൾ സത്താർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ പൊന്നങ്കോട്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അബുദാബി സെക്രട്ടറി കബീർ സലഫി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷററും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ അൻവർ സാദത്ത്, റിട്ടയർഡ് അധ്യാപകരായ കാസിം മാസ്റ്റർ, KM സിദ്ദിഖ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഫാറൂഖ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുഹമ്മദ് റാഫി നന്ദി അറിയിച്ചു. പരിപാടിയിൽ വെച്ച് മാതൃകാ ഡ്രൈവറായി 60 വർഷം പൂർത്തിയാക്കിയ പറളിയിലെ ടാക്സി ഡ്രൈവർ കൃഷ്ണനെ VK ശ്രീകണ്ഠൻ MPയും മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ ഷാഫി അറക്കലും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. റഷീദ്, അൽഫാൻ, ഷംസുദ്ദീൻ, സക്കരിയ നാരകപ്പറമ്പ്, ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജനകീയ ശുചീകരണ യജ്ഞത്തോടെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിന് തയ്യാറെടുപ്പ് തുടങ്ങി. മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യവുമായി ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് എല്ലാ സ്കൂളുകളിലും നടക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചിരുന്നു. ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ഓരോ സ്കൂളുകളിലും ശുചീകരണം നടക്കുക. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. കോട്ടായി വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതുമാകട്ടെ, അത്തരം കാര്യങ്ങളിൽ നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്ന വേദിയിലൊക്കെ ഏകോപന സമിതിയുടെ ആ യൂണിറ്റിന്റെ ഭാരവാഹികളെ അവിടെ പങ്കെടുപ്പിക്കുക എന്നത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പൊതുരീതി. ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം. ഈ അംഗീകാരത്തിലേക്ക് നമ്മൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെയും നാം നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. പരിപാടിയിൽ കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് K അനിൽ പ്രകാശ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി A ശിവദാസ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ MV സന്തോഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, ജില്ലാ ട്രഷറർ KK ഹരിദാസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PR സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CA ഉദയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി K അനിൽകുമാർ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുള്ളൂർക്കരയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ആറ്റൂർ NSS കരയോഗ ഹാളിൽ നടന്ന പരിപാടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മയായ USA ക്ലബും മണപ്പുറം കെയറും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ഗണശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും കോഴിമാമ്പറമ്പ് പൂരം ആറ്റൂർ ദേശം പ്രസിഡന്റ് കൂടിയായ നാരായണൻകുട്ടി മുഖ്യാതിഥിയായി. ഡോക്ടർ മിന്നു, കോർഡിനേറ്റർമാരായ പ്രശാന്ത്, രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി ഗോകുൽ ഹരിദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ
ട്രഷറർ ഗഗൻ നന്ദി അറിയിച്ചു. 150ഓളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. പരിപാടിയിൽ വെച്ച് SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെണ്ടയിൽ കൊട്ടിക്കയറി വാദ്യതാള വിസ്മയം തീർത്ത് ശ്രദ്ധേയമായി 101 കലാകാരന്മാർ. മുളയങ്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലായിരുന്നു വാദ്യതാള വിസ്മയം അരങ്ങേറിയത്. നിരവധി പേർ മേളം ആസ്വദിക്കാനും എത്തിയിരുന്നു. വാദ്യകലയുടെ ജനകീയവൽക്കരണത്തിലൂടെ ഒട്ടനവധി പ്രതിഭകളെ കലാകൈരളിക്ക് സംഭാവന ചെയ്ത മുളയങ്കാവ് മാധവ വാദ്യവിദ്യാലയം ഇതോടെ മറ്റൊരു ചരിത്ര നേട്ടം കൈവരിച്ചു. ക്ഷേത്രമേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തി ഭദ്രദീപം തെളിയിച്ചതോടെ കലാവാദ്യത്തിന് അരങ്ങുണർന്നു. 60-ൽ പരം കുട്ടികളെ അണിനിരത്തി 101 കലാകാരന്മാരാണ് പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. ഏറെ ശ്രദ്ധേയമായ വാദ്യതാളനാദ വിസ്മയം കാണാൻ മുളയങ്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. നേരത്തെ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷ് മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. കോട്ടായി കീഴത്തൂർ ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ മജ്ലിസ് ഉന്നൂർ 5ാം വാർഷികവും ദുവാ സമ്മേളനവും നടന്നു. പരിപാടി PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അഞ്ചാമത്തെ വാർഷികം എന്ന നിലക്കാണ് സംഗമിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അപാരമായ കൂട്ടിക്കൊണ്ട് ഈ ആൾക്കാർക്ക് എന്ത് മഴ വന്നാലും പ്രശ്നമില്ല, വിശാലമായ രീതിയിൽ തീർക്കാൻ സംഘടിക്കാൻ അള്ളാഹുവിന്റെ കൂട്ടിക്ക് ചെയ്യും. ചടങ്ങിൽ മഹല് പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷനായി. മഹല് ഖത്തീബ് ഫസ് ലുറഹ്മാൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. SKSSF പ്രതിനിധി KS റിയാസ്, മഹല് ട്രഷറർ KH നാസർ, വൈസ് പ്രസിഡന്റ് KM അബ്ദുൽ സലാം, ജോയിന്റ് സെക്രട്ടറി KM മുഹമ്മദ്, അസിസ്റ്റന്റ് ഖത്തീബ് അഷ്റഫ് ദാരിമി, ഉമ്മർ വാഫി തുടങ്ങിയവർ സംസാരിച്ചു. മഹല് സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ KH നാസർ നന്ദി അറിയിച്ചു. പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തട്ടാൻ സർവീസ് സൊസൈറ്റി പട്ടാമ്പി യൂണിറ്റ് 20ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. പട്ടാമ്പി ചേംബർ ഹൗസിൽ സംഘടിപ്പിച്ച പരിപാടി സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ പാണ്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. 3ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക സംഘടനയാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇന്നേ വരെ TSSന്റെ പ്രവർത്തനത്തിൽ യാതൊരുവിധ വിള്ളലും ഏൽപ്പിക്കാതിരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം വന്നാൽ അത് പരസ്പരം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ അവതരിപ്പിക്കാതെ ഒരു തീരുമാനവും എടുക്കുന്നില്ല. യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ AV രാജൻ അധ്യക്ഷനായി. തട്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AK രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെ ഉദ്ഘാടനവും, പാലക്കാട് ജില്ലാ സെക്രട്ടറി K ഷാജു പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനവും, MB പ്രമോദ് കലാപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സമുദായാംഗമായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് KC സുരേഷ് ബാബു, സെക്രട്ടറി TN രാജൻ, ട്രഷറർ K ഷൈജു, ജനറൽ കൺവീനർ C ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമുദായാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശേഷം സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തട്ടാൻ സർവീസ് സൊസൈറ്റി വാടനംകുറിശി യൂണിറ്റ് 18ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. പരിപാടി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാടനംകുറിശി യൂണിറ്റിൽ തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ 18ാം വാർഷികവും കുടുംബസംഗമവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. അതിനോടൊപ്പം ഇങ്ങനൊരു കുടുംബസംഗമം ഇവിടെ സംഘടിപ്പിച്ച ഈ സംഘടനയ്ക്ക് എൻ്റെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞായറാഴ്ച രാവിലെ വാടാനംകുറിശി ശ്രീദേവി ഓഡിറ്റോറിയത്തിലായിരുന്നു തട്ടാൻ സർവീസ് സൊസൈറ്റി വാടാനംകുറിശി യൂണിറ്റ് 18ാം വാർഷികവും കുടുംബസംഗമവും നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു.
ശിവപ്രകാശ് അനുസ്മരണം നടത്തി. കൃഷ്ണദാസ് പ്രവർത്തന റിപ്പോർട്ടും ശ്രീനിവാസൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ സംസാരിച്ചു. VB ഗിരീഷ് സ്വാഗതവും ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥികളെ ആദരിക്കൽ, മുതിർന്നവരെ ആദരിക്കൽ, പഠനോപകരണ വിതരണം എന്നിവ നടന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980-81 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 44 വർഷത്തിനു ശേഷമാണ് ബാച്ചിലെ 31ഓളം വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നത്. മണ്ണൂർ സെൻട്രൽ പോയിന്റിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക S. അജിത ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കുറേ 3ാമത്തെ 4ാമത്തെ കൂട്ടായ്മയാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് വളരെയധികം സന്തോഷം. ഈ പരിപാടി, ഈ യോഗം യു രാധ അധ്യക്ഷയായി. C. വിശ്വംഭരൻ, P. ദേവയാനി, K. ലത, N. ഹരിദാസൻ, MK വിജയകുമാരി, E. സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പനയൂർ TMUP സ്കൂളിൽ 1994-95 ബാച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. ഓർമ്മക്കൂട്ട് എന്ന പേരിലാണ് വർഷങ്ങൾക്കു ശേഷം പഴയ സഹപാഠികൾ സംഗമിച്ചത്. പനയൂർ TMUP സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ്സിൽ വേർപിരിഞ്ഞവരാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംഗമിച്ചത്. പലർക്കും ആദ്യം കണ്ടപ്പോൾ പരസ്പരം മനസ്സിലായില്ല. പൂർവാധ്യാപകരായ ആര്യ, തങ്കം എന്നിവർ കേക്ക് മുറിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു. KP രതീഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ജയപ്രകാശ്, ജയൻ, സൈതലവി, NP കോമളം, T. ഗീത, K. ഗീത, ശോഭ, ഷീബ, ദാക്ഷായണി, രമ, P. അനീഷ എന്നിവർ സംസാരിച്ചു. അതുതന്നെയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത്. അതില് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന 4 ബാച്ചിന് എന്റെ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അവസരങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിയ ആദ്യകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് സദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. വാടനംകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. മെയ് 19 ആരംഭിച്ച യജ്ഞത്തിനാണ് ഞായറാഴ്ച സമാപനമായത്. വാടാനംകുറിശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച ഉച്ചയോടെ സമാപനമായത്. കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത സംഗ്രഹം തുടങ്ങിയവയിലായിരുന്നു പാരായണം. തുടർന്ന് യജ്ഞസമർപ്പണവും നടന്നു. ഗുരുവായൂരപ്പദാസൻ, വിജു ഗോപാലകൃഷ്ണൻ എന്നിവർ യജ്ഞാചാര്യന്മാരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ 1ാം മൈൽ പുത്തൻപുര സർപ്പക്കാവിലെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി പാതിരക്കുന്നത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ പൂജ, സർപ്പബലി, പായസഹോമം തുടങ്ങിയ പ്രത്യേക പൂജകളും നടന്നു. ദൈവപുരയിൽ മണ്ണൂർ ചെറുകര മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മാസപൂജകളും നടന്നുവരുന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ഉഷപൂജ, ദക്ഷിണ സമർപ്പണം എന്നിവ ഉണ്ടായി. തുടർന്ന് മാതൃസമാധിയിലും ആശ്രമം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഗുരുദേവ സമാധിയിലും സമർപ്പിക്കുന്നതിനുള്ള എഴുന്നള്ളിപ്പുമുണ്ടായി. വാദ്യമേളങ്ങളും താലപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ നാട്ടുകാരടക്കം 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. രാവിലെ 9:30 മണ്ണൂർ കിഴക്കമ്പുറം ജയനും സംഘവും അവതരിപ്പിച്ച സർപ്പക്കാവിൽ കൊട്ടിവിളി നടന്നു. ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, തുടർന്ന് അനുമോദന സദസ്സുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല.
പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രശില്പ കലാപ്രവർത്തകരുടെ കൂട്ടായ്മയായ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റിന്റെ ഔപചാരികമായ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മെയ് 27 തിങ്കളാഴ്ച നടക്കും. ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 27 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ MLA ഔപചാരികമായ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നിർവഹിക്കും. 28, 29 തീയതികളിൽ നടക്കുന്ന ചിത്രപ്രദർശനം, ചിത്രകലാ ക്യാമ്പ് എന്നിവയുടെ ഉദ്ഘാടനം ചിത്രകാരി ശ്രീജ പള്ളം നിർവഹിക്കും. ചടങ്ങിൽ PN പരമേശ്വരൻ അധ്യക്ഷനാവും. പട്ടാമ്പി GMLP സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തിന് അകത്തും പുറത്തുനിന്നും ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടത്തിയവർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പിയിൽ സ്ഥിരമായി ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുടർന്നും ഇത്തരത്തിലുള്ള ക്യാമ്പുകളും വാർഷിക പ്രദർശനങ്ങളും നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ PN പരമേശ്വരൻ, അബ്ദു പട്ടാമ്പി, ജ്യോതി അമ്പാട്ട്, ശാസ്ത്ര ശർമ്മൻ, പ്രൊഫസർ അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പല വസ്തുക്കളും നമ്മുടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സർക്കാർ തന്നെ കൊടുക്കുന്നത്, സൗജന്യമായി കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്നോ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നേടിയെടുത്തിട്ടുള്ള ഒരു നാടാണ് കേരളം. ഓങ്ങല്ലൂർ ശാഖയിലെ EMS സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ K. അനിൽകുമാർ, സജീന്ദ്രൻ, KP മനു തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിൽ കാലാകാലങ്ങളായി ലാഭത്തിൽ നിന്നും നീക്കിവെച്ച പൊതുനന്മ ഫണ്ടിൽ നിന്നുമാണ് ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള 17ഓളം പൊതുവിദ്യാലയങ്ങളിലെ ലോവർ പ്രൈമറി വിദ്യാർത്ഥികളായ 200ഓളം നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, നോട്ട് പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ 17ഓളം വിദ്യാലയങ്ങളിലെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മാതാവിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഊട്ടുപുര സമർപ്പിച്ച് മക്കൾ. പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പാഞ്ഞാൾ പുല്ലശ്ശേരി വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ മുത്തങ്ങയിൽ ലീലയുടെ പേരിൽ സ്മാരക ഊട്ടുപുര സമർപ്പിച്ചത്. 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മക്കളായ പ്രേമാനന്ദ്, വിജയാനന്ദ് എന്നിവർ ക്ഷേത്രത്തിലേക്ക് ഊട്ടുപുര സമർപ്പിച്ചത്. രാവിലെ ചെണ്ടകൊട്ട് കലാകാരന്മാരായ സനിൽ, രാജേഷ്, സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മേളത്തിനു ശേഷം ലീലയുടെ മൂത്ത സഹോദരനായ രാജേന്ദ്രൻ ഊട്ടുപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ലീലയുടെ സഹോദരന്മാരായ അപ്പു, രാധ, തിലകം, സതീശൻ, സേതുമാധവൻ, സ്മിത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. തെക്കുമുറി സുബ്രഹ്മണ്യൻ കോവിൽ കമ്മിറ്റി പ്രതിനിധി ശങ്കരൻ നായർ, പടിഞ്ഞാറ്റുമുറി ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി TP മോഹനൻ, തെക്കുമുറി ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി P. കൃഷ്ണൻകുട്ടി, ശ്രീപുഷ്കരം ഉത്രംവേലം കമ്മിറ്റി പ്രതിനിധി വിനീത്, നടുത്തറ ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി രതീഷ് കുമാർ, പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ്, മണികണ്ഠൻ, വേണുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ എല്ലാം ജന്മഗൃഹം എല്ലാ അർത്ഥത്തിലും ലോകത്തിൻ്റെ നെറുകയിൽ ശ്രദ്ധിക്കപ്പെട്ട, ശ്രദ്ധയാകർഷിച്ച, എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിക്രമം കാണിച്ചതായി യുവതി അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകി. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾക്കായി പരാതി വിയൂർ പോലീസിന് കൈമാറും. കേരളീയ സമൂഹത്തിന്റെ ഉന്നതിയിൽ സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാഭ്യാസ പുരോഗതിക്കായി സമുദായ സംഘടനകൾ നൽകിയ സംഭാവനകൾ മഹത്തരം. പാലക്കാട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നേതൃത്വത്തിൽ ഗുരുദേവ മന്ദിരം 2ാം വാർഷികാഘോഷം. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ്
നുസ്രത്ത് ജഹാൻ. വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോഴും നന്നേ കുറവ്. പാലക്കാട്ട് വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സമ്മേളനം. സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞത്തോടെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യവുമായി എല്ലാ സ്കൂളുകളിലും ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. സ്കൂൾ ശുചീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാനുള്ള കാത്തിരിപ്പ് ഇനി 8 നാൾ കൂടി. ജൂൺ 4 വോട്ടെണ്ണും. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിപുലമായ ക്രമീകരണങ്ങൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം വോട്ടെണ്ണൽ പുതിയ ബ്ലോക്കിലും ആലത്തൂരിന്റെ വോട്ടെണ്ണൽ പഴയ ബ്ലോക്കിലും നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.